ബ്രൗണി. നിനക്ക് എന്താ ഇപ്പോഴും കാര്യങ്ങൾ അങ്ങോട്ട് മനസ്സിലാവാത്ത? എടി നീ ആദ്യം ഇത് കഴിക്ക്, എന്നിട്ടൊന്ന് തണുപ്പിക്ക്. ഞാൻ തണുപ്പിക്കാം. പക്ഷെ അടുത്ത മാസം വീട്ടുകാർ എൻ്റെ കല്യാണം നടത്തി കഴിയുമ്പോൾ ഈ ഡയലോഗ് പറയാൻ നീ വേറെ പെണ്ണ് കണ്ടുപിടിക്കണമെന്ന് മാത്രം. രഘു, നീ എന്നോട് ഇങ്ങനെ സംസാരിക്കരുത്. നിന്നോടല്ലാതെ പിന്നെ ഞാൻ ആരോടെ ഇങ്ങനെ സംസാരിക്കട്ടെ? നല്ല ജോലിയുള്ള അടിപൊളി പയ്യന്മാർ വന്നാലേ ഞാൻ വീട്ടുകാരോട് എസ് പറയും. ഇവിടെ പറയാനൊരു ജോലിയില്ലാതെ എങ്ങനെ നിന്റെ കാര്യം വീട്ടിൽ പറയുന്നത്? അവർക്കും വേണ്ട നിന്റെ കാര്യത്തിലൊരു കോൺഫിഡൻസ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ പോണു. നീ അവിടെ നിൽക്ക്, ഞാനൊരു കാര്യം കാണിക്കട്ടെ. നീ ഇതൊന്ന് കണ്ടേ. ഞാൻ പ്രൊഫഷണലായിട്ട് ബേക്കിംഗ് പഠിച്ചാലോ? പ്ലേസ്മെൻറ്റും കിട്ടും. ഓ, വിശ്വസിച്ചു. ഈ വക കാര്യം പറഞ്ഞാൽ നീ നമ്മൾ ഇത്ര വർഷം കളഞ്ഞത്. എടി, കൊച്ചിയിലെ ബേക്കിംഗ് ആൻഡ് പേസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈ കോഴ്സ് വളരെ സീരിയസ് ആണ്. 100% പ്ലേസ്മെൻറ്റും കിട്ടും. ഇനി അഥവാ അത് കിട്ടിയില്ലെങ്കിൽ ഫീസ് അടച്ച തുക റീഫണ്ട് ചെയ്യുമെന്ന ഉറപ്പ് മുദ്രപത്രത്തിൽ എഴുതി ഒപ്പിട്ടിട്ടാണ് അവർ ഈ കോഴ്സിന് കയറ്റുന്നത്. അപ്പോൾ നീ കൊച്ചിക്ക് പോവാണോ? നമ്മുടെ കാര്യത്തിൽ നീ പോലും മുദ്രപത്രത്തിൽ ഒപ്പിട്ട് തരില്ലല്ലോ. വേണ്ട വേണ്ട, ബാക്കി ഞാൻ പൂരിപ്പിച്ചോട്ടാം.